ഭൂട്ടാനിലെ പാറോയിലുള്ള കറക്കത്തിനൊക്കെ ശേഷം ഞങ്ങളിപ്പോൾ എത്തിപ്പെട്ടത് നാഷണൽ മ്യൂസിയത്തിലാണ്. ഇതിവിടുത്തെ വളരെയധികം ചരിത്രപ്രധാനമുള്ള ഒരു സ്ഥലമാണ്. ഭൂട്ടാൻ്റെ സംസ്കാരവും പാരമ്പര്യവും രാജകീയ ചരിത്രവും എല്ലാം അറിയാൻ പറ്റിയ ഒരൊറ്റ സ്ഥലമാണിത്. ശരിക്കും ഇതൊരു അത്ഭുത സ്ഥലമാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ മ്യൂസിയം ആദ്യം ഒരു വാച്ച് ടവർ ആയിരുന്നു എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ടാസോങ് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 1649 ഇത് പണി കഴിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് 1968 ഇത് നാഷണൽ മ്യൂസിയമായിട്ട് മാറ്റിയതത്രേ. ഇവിടെ പ്രവേശിക്കാനായിട്ടൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾക്ക് 500 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. പക്ഷേ ഭൂട്ടാൻ ലോക്കൽസിനാണെങ്കിൽ 100 രൂപയേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ മോങ്സിനും നൺസിനും ഇവിടുത്തെ സ്റ്റുഡൻസിനും എൻട്രി ഫീ ഇല്ല. ഇത് വാച്ച് ടവർ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് പലതവണ ഇത് നശിച്ചു പോയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം കൊണ്ടും തീ വന്നിട്ടും ഒക്കെ പല രീതിയിൽ ഇത് നശിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ റെനോവേറ്റ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷമാണ് ഇതൊരു നാഷണൽ മ്യൂസിയമായിട്ട് മാറ്റിയത്. ഇതൊരു വാച്ച് ടവർ ആയിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സകലതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും അങ്ങനെയാണ്. ഒരു വഴിയിലൂടെ പ്രവേശിക്കാനും മറ്റൊരു വഴിയിലൂടെ പുറത്തു പോകാനുമുള്ള മാർഗങ്ങളൊക്കെ വ്യക്തമായിട്ട് അതിൽ തന്നിട്ടുണ്ട്. ഭൂട്ടാനിലെ 3ാമത്തെ രാജാവാണ് ഇത് നാഷണൽ മ്യൂസിയം ആക്കാനുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. 1968 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ദാ ഇവിടെ എഴുതിയിരിക്കുന്നത് താങ്ക എന്ന പേരിലുള്ള ഒരു പെയിൻറ്റിംഗ് മെത്തേഡിനെ പറ്റിയിട്ടാണ്. ഇതൊരു സാധാരണ പെയിൻറ്റിംഗ് അല്ല. ബുദ്ധമതത്തിൻ്റേതായിട്ടുള്ള ഒരു ആത്മീയതയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ധ്യാനപരമായിട്ടുള്ള സന്ദേശങ്ങളും ഒക്കെ അടങ്ങിയ എന്താ പറയുക, സേക്രഡ് ആർട്ട് ഫോം എന്നൊക്കെ നമുക്ക് പറയാം. ആ രീതിയിലാണ് ഇത് ഉള്ളത്. നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത് ഈ കലാരൂപം ഇവർ ആർജിച്ചെടുക്കുന്നതാണ് എന്നാണ്. ഇവിടെ തന്നെ പലയിടങ്ങളിലും ഇത് പഠിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അത്രേ. ഇവിടെ വിവിധ ഫ്ലോറുകളിലായിട്ടാണ് ഈ മ്യൂസിയത്തിലുള്ള സാധനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഫ്ലോറിൽ മുഴുവനും ഇങ്ങനത്തെ പെയിൻറ്റിങ്ങുകളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് കയറിപ്പോയി. അവിടെ കണ്ടത് പലതരത്തിലുള്ള രൂപങ്ങളാണ്. ബുദ്ധൻ്റെ ശിഷ്യന്മാരുടെയും എന്നൊക്കെ വിചാരിക്കുന്ന പലതരത്തിലുള്ള രൂപങ്ങൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. ഇതിനെ പറ്റിയിട്ടും ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഗൈഡ് വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഇവിടെ 4 വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ ബുദ്ധൻ്റെ പ്രതിമകൾ 4 തരത്തിലുള്ള ബുദ്ധമത പ്രചാരണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ടിബറ്റൻ ബുദ്ധിസവുമായിട്ട് സാദൃശ്യമുള്ളതാണ് ഇവിടുത്തെ ബുദ്ധിസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള പ്രതിമകളിലും മറ്റും നമുക്കത് കാണാനും സാധിക്കും. ഇതൊരു വാച്ച് ടവർ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസിലൂടെ നോക്കുമ്പോൾ ആ നഗരം മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ നടന്ന് മറ്റൊരു ഫ്ലോറിൽ എത്തിപ്പെട്ടു. ഇവിടെ ബുദ്ധൻ്റെ വചനങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്തും നമുക്ക് പ്രാധാന്യമെന്ന് തോന്നുന്ന പല വചനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് ഇന്ത്യയിൽ നിന്നാണെന്നാണല്ലോ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രേഖകളേ ഉള്ളൂ എന്നതാണ് സത്യം. ദാ ഇനി കാണാൻ പോകുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മരത്തിൻ്റെ കവാടമാണ്. ഈ ബിൽഡിങ്ങിനകത്ത് പലതും നശിച്ചു പോയിട്ടും ഇത് മാത്രം അവർ വളരെയധികം പ്രിസർവ് ചെയ്ത് ഇവിടെ നിർത്തിയേക്കുകയാണ്. ഇതിൽ കാണുന്ന കൊത്തുപണികളും കാര്യങ്ങളുമൊക്കെ ഭൂട്ടാനീസ് സ്റ്റൈലിലുള്ള തനതായിട്ടുള്ള രീതിയിൽ തന്നെ ഉള്ളതാണ്. പിന്നീട് ഞങ്ങൾ വേറൊരു ഫ്ലോറിലേക്കാണ് നടന്നത്. അവിടെ ആയുധ ശേഖരങ്ങളായിരുന്നു. വിവിധ തരത്തിലുള്ള ഭൂട്ടാനീസ് ആയുധങ്ങളും അതുപോലെ തന്നെ മെറ്റലിൻ്റെ സാധനങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ മോങ്സ് യൂസ് ചെയ്തിരുന്നിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങളും ഇവിടെ വച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്നിട്ട് അടുത്ത ഫ്ലോറിലേക്ക് എത്തി. ഇവിടെ ഭൂട്ടാനീസ് സ്റ്റൈലിലുള്ള ഡ്രസ്സുകളാണ്. ഇവിടുത്തുകാർ നോർമലായിട്ട് ധരിക്കുന്നതും വിശേഷങ്ങൾക്ക് ധരിക്കുന്നതും ഒക്കെ ആയിട്ട് വിവിധ തരത്തിലുള്ള ഡ്രസ്സുകളാണ്. അതുപോലെ തന്നെ പിന്നീട് നടന്ന് നീങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഇവിടുത്തെ മൃഗങ്ങൾ, വന്യജീവികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ്. ഈ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാനും ഗൈഡിൻ്റെ ഹെൽപ്പും കൂടി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചിരുന്നു. ഈ കാണുന്നത് പലതരത്തിലുള്ള ചിത്രശലഭങ്ങളുടെ രൂപങ്ങളാണ്.
അങ്ങനെ ഒരുപാട് ഇനം ചിത്രശലഭങ്ങൾ നമുക്ക് ഈ ഭൂട്ടാനിൽ കാണാൻ പറ്റുന്നുള്ളതാണ് അവിടെയൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഞങ്ങളതൊക്കെ സസൂക്ഷ്മം വായിച്ചു. കുട്ടികൾക്ക് ഇത് ഒറിജിനൽ ആണോ, ഇത് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ സംശയം ഉണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാ ഡൗട്ട്സും നമ്മുടെ ഗൈഡ് ചേട്ടൻ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടാണ് മുന്നോട്ട് നീങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തോന്നിയത് ഈ സ്റ്റാമ്പ് കളക്ഷനാണ്. ഓരോ പ്രധാനപ്പെട്ട രീതിയിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അവർ ഇറക്കിയിട്ടുള്ള സ്റ്റാമ്പുകൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ വച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് കാണാനും വളരെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ നമുക്കത് ഹെൽപ്പ് ആവുമല്ലോ. പിന്നീട് നമ്മൾ ഈ കാണുന്നത് ഭൂട്ടാനീസ് കറൻസിയാണ്. മുൽട്രൂം എന്നതാണ് ഭൂട്ടാനീസ് കറൻസിയുടെ പേര്. NU എന്നതാണ് അതിൻ്റെ ചുരുക്കരൂപം. നമ്മളുടെ ഇന്ത്യൻ കറൻസിയുടെ ഏകദേശം അതേ വാല്യൂ തന്നെയാണ് ഭൂട്ടാനീസ് കറൻസിക്ക് വരുന്നത്. പിന്നീടും അവിടുത്തെ രാജകുടുംബത്തിൻ്റെ കാഴ്ചകളും രാജകുടുംബത്തിൻ്റെ പ്രത്യേക സാധനങ്ങളും എല്ലാം ഞങ്ങൾ കണ്ടു. അന്നത്തെ കാലത്തുള്ള ഭടന്മാരുടെ വസ്ത്രധാരണ രീതിയെ പറ്റിയിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് ഗൈഡ് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണല്ലോ ഈ ആർച്ചറി എന്ന് പറയുന്നത്. അതിനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന സ്പിയേഴ്സും അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പല രീതിയിലുള്ള ആയുധങ്ങളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഉപകരണങ്ങളാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ കൂടിയൊക്കെ നടന്നു. പറഞ്ഞിരുന്നല്ലോ ഇതൊരു വാച്ച് ടവർ ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതും. അപ്പോൾ എക്സിറ്റിൽ കൂടെ അവിടെ എത്താനായിട്ട് നമ്മൾ ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വളരെയധികം ചരിത്ര പ്രധാനമുള്ള ഒരു സ്ഥലമാണ്. ഭൂട്ടാൻ്റെ ചരിത്രം കണ്ടിറങ്ങിയ ഒരു സന്തോഷമുണ്ടായിരുന്നു ശരിക്കും. പിന്നെ ഗൈഡിൻ്റെ സഹായം കൂടി ഉണ്ടായതുകൊണ്ട് പലതും നല്ല കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളൊരു തോന്നലും കൂടി ആയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടുന്ന് കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളും വളരെ മനോഹരമായിരുന്നു. ഒരുപാട് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നമ്മുടെ ഗൈഡ് തന്നെ ഒരിക്കൽ പറയുണ്ടായി, ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ഇത്രയധികം പൈസ എൻട്രി ഫീ ആയിട്ട് മേടിക്കുന്നതിനോട് പല ഗൈഡുകൾക്കും ഇവിടെ യോജിപ്പില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ ഇത്രയും അധികം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറേയധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ പോയത് ഇവിടുത്തെ ഒരു മൊണസ്ട്രിയിലേക്കാണ്. പാരോ എന്ന് പറയുന്ന സിറ്റി തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂട്ടാനിൽ വന്നിട്ട് പല മൊണസ്ട്രീസ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൊണസ്ട്രി ആണെന്ന് നമ്മളുടെ ഗൈഡ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല ഇവിടെ തണുപ്പ് താരതമ്യേന കുറവാണ്. എന്നാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചുറ്റും നമ്മൾ കാണുന്നത്. നടന്ന് ഞങ്ങൾ മൊണസ്ട്രിയുടെ ഫ്രണ്ടിലെത്തി. ഇത് പാരോയ്ക്കടുത്തുള്ള റിൻപുങ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റിൻപുങ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ ഫോർട്രസ് ഓൺ എ ഹീപ്പ് ഓഫ് ജുവൽസ് എന്നാണത്രേ. ഈ മൊണസ്ട്രി ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഭൂട്ടാനിൽ പൊതുവെ കാണുന്ന മൊണസ്ട്രീസൊക്കെ വെറുതെ പ്രെയർ പ്ലേസസ് മാത്രമല്ല, അവിടെ കൾച്ചറും എഡ്യൂക്കേഷനും സ്പിരിച്വാലിറ്റിയും എല്ലാം തന്നെ കണക്ട് ചെയ്യുന്ന സെൻറ്റേഴ്സാണ് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാണുന്നത് താങ്ക എന്ന് പറയുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്സ് ആണ്. മ്യൂസിയത്തിൽ പോയി നമ്മളിതൊക്കെ കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് നമുക്കിവിടെ എത്തിയപ്പോഴും ഇതൊക്കെ വളരെ പരിചിതമായിട്ടുള്ള എന്തോ കാണുന്നത് പോലെ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യം ആസ്വദിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏത് മൊണസ്ട്രീസിൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ വളരെ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് കുറച്ച് നേരമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മളുടെ ധ്യാൻ ഇപ്പോൾ ഗൈഡിൻ്റെ നേതൃത്വത്തിൽ നന്നായിട്ട് മെഡിറ്റേഷൻ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫോർട്രസിൻ്റെ അല്ലെങ്കിൽ മൊണസ്ട്രീസിൻ്റെ മാതൃകകളൊക്കെ സമാനമാണ്. നമുക്ക് കാണുമ്പോൾ ഏകദേശം മുമ്പ് കണ്ട ഇടവുമായിട്ട് വളരെയധികം സാദൃശ്യം തോന്നും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെയും ഒരുപാട് മോങ്കുകൾ വസിക്കുന്നുണ്ട്. അവരുടെ പ്രെയറും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മെഡിറ്റേഷനും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ആരാധനാ കേന്ദ്രങ്ങൾ പൊതുവെ വളരെ ശാന്തമാണ്. അത് നമ്മുടെ മനസ്സിനെയും ശാന്തമാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഒരുപാട് തിക്കോ തിരക്കോ ഉറക്കെയുള്ളൊരു സംസാരമോ ഒന്നും ഞങ്ങൾ ഇവിടുത്തെ ആരാധനാ കേന്ദ്രങ്ങളിൽ അങ്ങനെ കേട്ടിട്ടില്ല. വളരെ സമാധാനമുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ആരാധനാ കേന്ദ്രം. ഞങ്ങൾ അവിടെയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ധ്യാനിന് ഇവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം. ആദ്യം നമുക്ക് തോന്നി അത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളത്. നമ്മൾ അവരോട് പൊളൈറ്റ്ലി ചോദിച്ചപ്പോൾ അവർ എഗ്രി ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാൻ വിവിധ രീതിയിലൊക്കെ പോസ് ചെയ്ത് അവരുടെ കൂടെ ഒരു ഫോട്ടോയും തരപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി. പക്ഷെ എപ്പോഴും ഇവിടുത്തെ ആരാധനാലയങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറിച്ച് നമ്മൾ വേറെ പലയിടത്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും തിക്കും തിരക്കും ബഹളവുമായിട്ട് നമ്മൾ ആകെ ടയേർഡായിട്ടാണ് അവിടുന്ന് വരാറുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഇവിടുത്തെ, അതായത് ഭൂട്ടാനിലെ ആരാധനാ കേന്ദ്രങ്ങളിൽ നമ്മൾ പോയിട്ട് വരുമ്പോൾ മനസ്സ് വളരെ ശാന്തവും സമാധാനവുമാവുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയാണ് ഈ മോങ്കുകളാവാൻ പഠിക്കുന്ന കുട്ടികളില്ലേ, അവരവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുകയാണ്. ഇത് കുറച്ച് കൗതുകമായിട്ട് തോന്നി. ഞങ്ങൾ വിചാരിച്ചിരുന്നത് അവർ ഫുൾ ടൈം പ്രാർത്ഥനയാണെന്നാണ്. അപ്പോൾ നമ്മളുടെ ഗൈഡാണ് പറഞ്ഞത് അവരൊരു സാധാരണ ജീവിതത്തിലാണ് പ്രാർത്ഥന അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത്. ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കാർ ഒന്ന് വാഷ് ചെയ്യാനാണ്. കാറ് നല്ലപോലെ വൃത്തികേടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാർ വാഷ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടെത്താൻ തീരുമാനിച്ചു. ഇവിടെ അങ്ങനെ പൊടിയും വൃത്തികേടൊക്കെ ആയ കാറുകൾ അങ്ങനെ കാണാറില്ല. എല്ലാവരും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അത് കൊണ്ട് നടക്കാറുള്ളത്. ഞങ്ങളിവിടെ കാർ വാഷ് ചെയ്യാനെത്തി. അപ്പോൾ ദേ ഇവിടെ ലാൻഡ് റോവർ കിടക്കുന്നു. അതും മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഇന്ത്യൻ രജിസ്ട്രേഷൻ വെഹിക്കിൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല ഫിലിം സ്റ്റാർസും ആയിരിക്കും, ഒന്ന് കാണാലോന്ന്. ലാൻഡ് റോവറിൻ്റെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 5-8 കാറുകൾ ഞങ്ങളവിടെ കാണുകയുണ്ടായി. ഞങ്ങൾ അവിടുത്തെ കഫേയിൽ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ 3 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഗോവക്കാരനുണ്ട്, ഒരു രാജസ്ഥാൻകാരനുണ്ട്, പിന്നെ ഇരിക്കുന്നു ഒരു ചാലക്കുടിക്കാരൻ ചങ്ങാതിയും. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതൊരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റേഞ്ച് റോവേഴ്സ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസുമാണ്. 5.5 ലക്ഷമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതായത് 5.5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിഗുരിയിൽ നിന്ന് ഭൂട്ടാൻ മുഴുവനും ഈ വാഹനം ഓടിച്ച് നമുക്ക് കറങ്ങാം. അവർ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യും. കപ്പിൾസിനാണ് പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചൊന്ന് പുറത്തിറങ്ങിയപ്പോൾ കുട്ടികൾ ഇവിടെ നല്ല കളിയായി. അല്ലെങ്കിലും ഇത്തരം കളികൾക്ക് എന്ത് ഭാഷ അല്ലേ. കുട്ടികൾ പിന്നെ ഇവരുടെ കൂടെ ഒന്ന് വരാൻ തയ്യാറായില്ല. അവർ ഒരുപാട് നേരം കളിക്കാനുള്ള മൂഡിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ കുട്ടികളും ഇതൊരുപോലെ നന്നായി എൻജോയ് ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഒരു ഇന്ത്യ ഭൂട്ടാൻ സൗഹൃദ മാച്ച് തന്നെ അവിടെ നടന്നു. ആരും മോശക്കാരായിരുന്നില്ല. എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല പോലെ തന്നെ കളിച്ചു. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിൽ കിട്ടാനും സമയം വൈകും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് അവിടെയുള്ള ആ പുഴയുടെ തീരത്തു കൂടെയൊക്കെ ഒന്ന് നടക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു കുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോയി നടന്നിട്ട് വരൂ എന്നുള്ളത്. ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം നടക്കാനായിട്ട് ഇറങ്ങി. ഇടയ്ക്ക് ഇങ്ങനെ തനിച്ചുള്ള നടത്തങ്ങളും നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. കുറേ നേരമൊക്കെ സംസാരിച്ച് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ കുറേ പേര് ഇതുപോലെ നടക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഒപ്പം ഞങ്ങൾ ഇവിടെ ഭൂട്ടാനീസ് വസ്ത്രം ധരിച്ച് ഫോട്ടോ എടുക്കുന്ന ഇന്ത്യക്കാരെയും കുറേ കണ്ടിരുന്നു. തിരിച്ചു നടക്കുമ്പോഴാണ് പല വീടുകളുടെയും സൈഡിലായിട്ട് ഈ ഒരു സൈൻ ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഇതിവിടുത്തെ കോമൺ കാഴ്ചയാണ്. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴും ഇവിടുത്തെ സൗഹൃദ മാച്ച് അവസാനിച്ചിട്ടില്ല. നമ്മളുടെ കാർ ക്ലീനിങ്ങിൻ്റെ അവസാനഘട്ട മിനുക്കുപണിയിലുമാണ്. ഇവിടെ കാർ ക്ലീനിങ് അധികം എക്സ്പെൻസീവ് അല്ല, 450 രൂപയൊക്കെ അവർ മേടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ കാറ് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ കാറൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും അതിലെ ഡ്രൈവ് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ മൊണസ്ട്രി മുഴുവനും നല്ല ലൈറ്റിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. യാത്രകൾ തുടരും.